ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഫ്താറിനൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മോമോസിന്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോമോസ് ആണ്. ഇത് സ്റ്റീം ചെയ്തിട്ടും ഫ്രൈ ചെയ്തിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഒരു ബൗളിലോട്ട് നമുക്ക് ഇതിലോട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇവിടെ മാവ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാബേജ് ചോപ്പ് ചെയ്തിട്ട്, ഒരു സവാള ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഇത്രയും വെജിറ്റബിൾസ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചിക്കൻ വേവിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മൊത്തത്തിലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് വേണ്ടിയിട്ട് കുരുമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ മയോണൈസ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഷവർമ്മയുടെ ആ ഒരു ടേസ്റ്റിലും മോമോസ് റെഡിയാക്കി എടുക്കാം. ഇനി ഫില്ലിങ്സ് റെഡിയാക്കി എടുത്ത ശേഷം പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാം. അധികം നൈസായിട്ടും ഓവർ കട്ടിയാലും പറ്റാതെ ഒരു മീഡിയം ലെവലിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതൊന്ന് പരത്തിയെടുത്ത ശേഷം നമുക്ക് ഇതിനൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും അടപ്പ് വെച്ചോ അല്ലെങ്കിൽ ഷേപ്പർ വെച്ചോ നമുക്കിത് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അധികം ചെറുതല്ലാത്ത ഷേപ്പർ വെച്ചോ മൂടി വെച്ചോ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിതൊന്ന് മോമോസിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നന്നായി ചെറുതാകുമ്പോൾ നമുക്കതിൽ ഫില്ലിങ്സ് വെക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വലിയൊരു അധികം വലുതല്ല, എന്നാൽ ചെറിയൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മൂടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് അതൊന്ന് മടക്കിയെടുക്കാം. ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഏത് ഷേപ്പാണോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 രീതിയിലും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ഒന്ന് ആവിക്ക് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഒന്ന് ആവി കയറ്റി എടുത്താൽ നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. ബാക്കിയുള്ളത് ചൂടായ ഓയിലിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 രീതിയിൽ ചെയ്തെടുത്താലും മോമോസ് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള മോമോസാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മോമോസാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇതൊന്ന് അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വെജ് മോമോസിൻ്റെ റെസിപ്പിയാണ് ഇത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ മുന്നേ ഒരു മോമോസിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നാക്സിൻ്റെ റെസിപ്പീസ് ഒക്കെ ഉണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക.